പാലക്കാട് നിപ്പ സമ്പർക്ക പട്ടികയിൽ 173 പേരെന്ന് കളക്ടർ ജി പ്രിയങ്ക. 2 പേരുടെ പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. ക്ലോസ് കോൺടാക്ട് ഉണ്ടായിരുന്ന ഒരാളുടെ ഫലം നെഗറ്റീവായി. നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്നും കളക്ടർ അറിയിച്ചു. ഇപ്പോൾ വരെ 3 പേരാണ് സസ്പെക്റ്റഡ് സിംറ്റമാറ്റിക് കേസായിട്ട് കണ്ടുപിടിച്ചത്. അതിൽ ഒരു ആൾ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ബാക്കി 2 പേരുടെ ടെസ്റ്റിംഗ് നടത്തിയിട്ട് റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഫസ്റ്റ് ഡോസ് ഓഫ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് കൊടുത്തിട്ടുണ്ട്. ഹംബൽ റിക്വസ്റ്റ് ഇസ് ദാറ്റ് ഇപ്പോൾ അത് ടച്ച് ചെയ്യേണ്ട. ബിക്കോസ് ഒരു പ്രാവശ്യം ടച്ച് ചെയ്താലല്ലേ അത് വവ്വാലകൾ അജിറ്റേറ്റ് ആവും. അജിറ്റേറ്റ് ആയിട്ട് കൂടുതൽ ബോഡി സെക്രീഷൻസ് ആണ് അവിടെ വിടാൻ പോകുന്നത്. സോ കൈൻഡ്ലി ഡു നോട്ട് ടച്ച് വവ്വാലുകളുടെ ഫയർ ക്രാക്കർസ് വെച്ചിട്ടോ ഇല്ല അവരെ പേടിപ്പിച്ചിട്ടോ അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ തൊടേണ്ട. ശ്രീജിത്ത് ശ്രീകുമാറിനോട് ഇപ്പോൾ വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, ജില്ലാ കളക്ടർ ഈ നിപ്പ സാഹചര്യം എങ്ങനെയാണ് വിശദീകരിക്കുന്നത് ജില്ലയിൽ? ജില്ലാ കളക്ടർ പ്രിയങ്ക ജി IAS അല്പസമയം മുൻപാണ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഒരു അവലോകന യോഗമൊക്കെ ഓൺലൈനായി കഴിഞ്ഞതിന് ശേഷം അവർ മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങൾക്ക് കുറച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യമായ രീതിയിലുള്ള വിവരങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രം ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും പുറത്തു വരാത്തത് എന്താണ് എന്ന ചോദ്യമൊക്കെ നമ്മൾ അവരോട് ചോദിച്ചു. അവർ കൃത്യമായ രീതിയിൽ അടുത്ത ദിവസം മുതൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും 173 പേർ പട്ടികയിലുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അവർ പറയുന്നത്. ഇതിൽ 4 പേരുടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പരിശോധനാ ഫലം വന്നിട്ടുണ്ട്. ഇനി 3 പേരുടെ കൂടി വരാനുണ്ട്. അതിൽ ഇപ്പോൾ നിലവിൽ ഒരാളുടെ പരിശോധനാ ഫലം ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ പരിശോധനാ ഫലം 10 വയസ്സുള്ള കുട്ടി, അത് നെഗറ്റീവായിട്ടുണ്ട്. ചെറിയ ലക്ഷണങ്ങളുള്ള 2 പേരെ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേക നിപ്പ വാർഡിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെയും ആരോഗ്യനിലയിൽ കാര്യമായ രീതിയിലുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷേ നേരിയ പനി ഉള്ളതിനാലാണ് ഈ സ്രവം പരിശോധനയ്ക്ക് മഞ്ചേരിയിലെ ലാബിലേക്ക്, വൈറോളജി ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. ഈ പരിശോധനാ ഫലവും ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് നെഗറ്റീവ് ആവുന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഈ യുവതിയുടെ 39-കാരി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വെന്റിലേറ്ററിൽ തന്നെയാണ് യുവതി ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രത്യേക നിപ്പ വാർഡിലേക്ക് ഈ യുവതിയെ 39-കാരിയെ പ്രവേശിപ്പിച്ചത്. എന്തായാലും സമ്പർക്ക പട്ടികയിൽ കാര്യമായ രീതിയിൽ ആളുകൾ 173 എന്നൊരു നമ്പരൊക്കെ ഉണ്ടെങ്കിലും അതിൽ ആർക്കും തന്നെ ഈ കൂടുതലായ ആളുകൾക്ക് ഒന്നും തന്നെ പനിയോ മറ്റു ലക്ഷണങ്ങളോ കാണാത്തത് ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ വീണ്ടും 2 ഡോസ് വാക്സിൻ ഈ നിപ്പ ബാധിതയായ 39-കാരിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ 2 ഡോസ് മെഡിസിൻ നൽകിയിട്ടും ഇവർക്ക് കാര്യമായ രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് ഇല്ല എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും അടുത്ത ദിവസം കൂടി ഇവരെ നിരീക്ഷിക്കും. കൂടുതൽ മരുന്നുകൾ നൽകുമെന്നാണ് പറയുന്നത്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നിപ്പ ബാധിതരുടെ ആരോഗ്യനില വലിയ ആശങ്കയോടുകൂടി തന്നെ പങ്കുവെക്കുന്നു. അതുകൂടാതെ ആശങ്ക ഒഴിയാൻ പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായാണ് പുറത്തു വരുന്നത്. ആശ്വാസകരമായ കാര്യമാണ്. ഉന്മേഷം. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.